ഫ്രൈ റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 1 കിലോ ബീഫ്, നല്ല ഫ്ലഷി ആയിട്ടുള്ള ബീഫ്, നല്ല ഈക്വൽ പീസസ് ആയിട്ട് കട്ട് ചെയ്തത് കഴുകി വൃത്തിയാക്കി മാറ്റി വെക്കുന്നുണ്ട്. ഇതിലേക്ക് വേണ്ട ചേരുവകളാണിതെല്ലാം. ഇത് മാത്രം പോരാ, കുറച്ചും കൂടി ഉണ്ട്. ഞാനിവിടെ കുറച്ച് എടുത്ത് വെച്ചത് കാണിച്ചു എന്നേ ഉള്ളൂ. സോ നമുക്കിതൊരു കുക്കറിനകത്തേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് മീറ്റ് മസാല, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഉലുവ, പിന്നെ ഞാനൊരു വലിയ തക്കാളി പീസസ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്തത്, പിന്നെ ഒരു 2 പച്ചമുളകും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇത് ഞാൻ കുക്കറിൽ ആദ്യം തന്നെ വേവിച്ച് മാറ്റിയെടുക്കുന്നുണ്ട്. ഇത് നന്നായി കുക്കറിൽ വേവിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം വെന്ത് കിട്ടും. ഇല്ലെങ്കിൽ ബീഫിന് കുറച്ച് വേവ് കൂടുതലുള്ളതാണല്ലോ. ഇനി അല്ലാതെ വേണമെങ്കിലും നിങ്ങൾക്ക് അടുപ്പിൽ വെച്ചും വേവിച്ചെടുക്കാം. സോ ഇതുപോലെ ഞാൻ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാനിത് കുക്കറിന് വേവിച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഇതാ ബീഫ് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു അടി കനമുള്ള ഉരുളി അടുപ്പിൽ വെച്ച് നന്നായി ചൂടായതിന് ശേഷം ഞാനിതിനകത്തേക്ക് കോക്കനട്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാക്കൊത്തും ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കുറച്ചുകൂടി നമുക്കിതിലേക്ക് ചേർക്കണം. നമ്മൾ ആദ്യം വേവിച്ചതല്ലാതെ വീണ്ടും മസാലകളൊക്കെ ചേർക്കാനുണ്ട് കുറച്ച്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മളിവിടെ തേങ്ങാക്കൊത്ത് മാറ്റി വെച്ചിട്ടുള്ളത് എടുത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇത് മൂത്ത് വന്നതിന് ശേഷം ഞാനിവിടെ ഇത്തിരി വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് ചേർത്ത് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇവിടെ ഇത് വീണ്ടും നമുക്കിത് മൂപ്പിച്ചെടുക്കണം. ഇതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള, ഒരു 2 വലിയ സവാളയാണ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് വീണ്ടും നമ്മൾ ഇളക്കി കൊടുക്കുന്നു. ഇനി നമുക്ക് നേരത്തെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ബീഫ് ഇതിനകത്തേക്ക് ചേർത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് നമുക്ക് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പച്ചമുളക്, പിന്നെ നമ്മൾ കുറച്ച് പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ വീണ്ടും ഇതിനകത്തേക്കും ചേർക്കുന്നുണ്ട്. തേങ്ങാക്കൊത്ത് സ്പെഷ്യൽ. തേങ്ങാക്കൊത്ത് ബീഫിന് ഒരു അടിപൊളി ടേസ്റ്റ് കൊടുക്കും. അത് എന്തായാലും ഇടുന്നത് സ്കിപ്പ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇതുപോലെ നിങ്ങൾക്ക് നന്നായി ഡ്രൈ ആക്കണമെങ്കിൽ ഡ്രൈ ആക്കാം, ഇല്ലെങ്കിൽ ഒരു കുഴമ്പ് പരുവത്തിലാണെങ്കിൽ അങ്ങനെയാണെങ്കിലും ആക്കാം. ഇത് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് തിന്നാൻ നല്ല ടേസ്റ്റാണ്. സോ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.